أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسولك سيد الأفضل المرسلين وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരന്മാരെ, മറ്റു സഹപ്രവർത്തകരെ, ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ പഠിക്കുക എന്ന സദുദ്ദേശത്തോടു കൂടി നമ്മൾ തുടങ്ങി വെച്ച ഹദീസ് പഠന ക്ലാസ് ഇന്ന് 30 ദിവസം പിന്നിട്ട് 31ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. സഹോദരങ്ങളെ, മഹാനായിരിക്കുന്ന ഇമാം നബവി റളിയല്ലാഹു അൻഹു രചിച്ച റിയാദുസ് സ്വാലിഹീൻ എന്ന കിതാബാണ് കഴിഞ്ഞ 30 ദിവസങ്ങളിലായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ കാല ക്ലാസ്സുകളിൽ പറയുന്ന പോലെ തന്നെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കഴിഞ്ഞാൽ രണ്ടാമതായി മുസ്ലിം സമൂഹം അംഗീകരിക്കുന്നത് അവിടുത്തെ തിരു ഹദീസുകളാണ്. ആ ഹദീസുകൾ പഠിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിർബന്ധമായ കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. പലപ്പോഴും പല സഹോദരന്മാരും ചിന്തിക്കാറുണ്ട്, അല്ലെങ്കിൽ അവർ ആലോചിക്കാറുണ്ട്, നമ്മുടെ നേതാക്കന്മാർ എന്ത് പറയുന്നു അത് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കാമെന്ന്. എന്നാൽ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒന്നില്ല. ചിലപ്പോൾ ചില പണ്ഡിതന്മാർ, അല്ലെങ്കിൽ പണ്ഡിത വേഷം ധരിച്ച ആളുകൾ, അല്ലെങ്കിൽ ആത്മീയതയുടെ ചൈതന്യമുള്ള ആളുകൾ വന്നുകൊണ്ട് ഇസ്ലാമിനെ മോശമാക്കുന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു തന്നാൽ നമ്മളത് മുഴുവനും അങ്ങോട്ട് വിഴുങ്ങണമെന്ന് ഒരിക്കലും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. നമുക്ക് അന്വേഷിക്കാം. ഇസ്ലാം പറയുന്നത്, ഇസ്ലാമിൻ്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനും അതുപോലെ തന്നെ തിരുസുന്നത്തുകളും നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടില്ലേ എന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം, ദീനിലില്ലാത്തൊരു പുതിയൊരു കാര്യം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദീനിലേക്ക് ചേർത്തപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നമ്മൾ ഇന്ന് വരെ കേൾക്കാത്ത കാര്യങ്ങളെ ചേർത്തി പറയുന്നത് കേട്ടാൽ, അല്ലെങ്കിൽ പ്രവാചകന്റെ ആസാറുകളാണെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ചേർത്തി പറഞ്ഞാൽ, അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതല്ലാതെ ആരെങ്കിലും കൊണ്ടുവന്ന ഒരു പൊള്ളയായ കാര്യം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുകയും അങ്ങനെ ജീവിച്ച് നമ്മൾ മരണമടഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ സന്നിധിയിലെത്തുമ്പോൾ അള്ളാഹു നമ്മോട് ചോദിക്കും,
തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ ഇക്കാര്യം വിശ്വസിച്ചതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ വിശ്വസിക്കപ്പെട്ട എൻ്റെ നേതാവ്, എൻ്റെ ഷെയ്ഖ് എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ആർക്കും സാധ്യമല്ല. കാരണം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുന്നവരല്ലയോ, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിച്ചു നോക്കൂ, എന്നിട്ട് ചിന്തിക്കൂ, ഞാൻ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവ് തന്നില്ലേ എന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിമായിരിക്കുന്ന നമ്മൾ ഒരു കാര്യം കേൾക്കുമ്പോൾ അത് പൂർണ്ണമായി വിഴുങ്ങണമെന്നൊന്നും ഒരാൾ പോലും നമ്മോട് അഭ്യർത്ഥിക്കില്ല. കാരണം നമുക്ക് അന്വേഷിക്കാനുള്ള ശക്തിയുണ്ട്, അന്വേഷിക്കാനുള്ള മാർഗങ്ങളുണ്ട്, വിശുദ്ധമാക്കപ്പെട്ട ഹദീസുകളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള മാർഗങ്ങളുണ്ട്, എങ്ങനെയാണ് സ്വീകരിക്കപ്പെടേണ്ടതെന്ന് മഹാന്മാരായിരിക്കുന്ന ഇമാമിയങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ പിന്തുടർന്നുകൊണ്ട് നമുക്ക് വിവരമില്ലെങ്കിലും നമ്മുടെ മുൻകഴിഞ്ഞു പോയ മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർക്ക്, ലോകം അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ, അവർ എഴുതി വെച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് അവരെഴുതി വെച്ച കാര്യങ്ങളിലൂടെ നമുക്കത് സ്വീകാര്യമാക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക, വ്യാജ തരീഖത്തുകാർ, വ്യാജ ആത്മീയതയുടെ ചൈതന്യം തുളുമ്പുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്. അവരൊക്കെ പറയുന്നത് കേട്ട് വിശ്വസിച്ച് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്താതെ നമ്മൾ ദീൻ പഠിക്കാൻ തയ്യാറാവണം. വിശുദ്ധമാക്കപ്പെട്ട ഹദീസുകൾ പഠിക്കണം. വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൻ്റെ സുപ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം നാം സംശുദ്ധമാക്കി മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് നമ്മൾ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയുള്ളൂ. അതുകൊണ്ട് വ്യാജ തരീഖത്തുകാരുടെയും വ്യാജ ആത്മീയ ചൈതന്യങ്ങളുടെയും വ്യാജ ആത്മീയതയുടെയും വ്യാജ പ്രവാചകന്മാരുടെയും ഒക്കെ കാലമാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങൾ. അതുകൊണ്ട് ആരും തന്നെ അത്തരം ചതികളിൽ, വഞ്ചനകളിൽ പെടാതെ ഇസ്ലാമിനെ പൂർണ്ണമായി പഠിക്കാൻ ശ്രമിക്കുക. എങ്ങനെയാ ഇസ്ലാമിനെ പൂർണ്ണമായി പഠിക്കേണ്ടത്? മഹാനായിരിക്കുന്ന ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു രചിച്ചു വെച്ച ഒരുപാട് കിതാബുകളുണ്ട്, നമുക്ക് പരിശോധിക്കാം. മഹാന്മാരായിരിക്കുന്ന ഇമാം നവവി റളിയല്ലാഹു അൻഹു, മഹാന്മാരായിരിക്കുന്ന ബുഖാരി, മുസ്ലിം തുടങ്ങിയവരൊക്കെ എഴുതി വെച്ച ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അവയൊക്കെ പരിശോധിക്കേണ്ടി വരും. ഒരു പക്ഷേ നാം ചിന്തിക്കും, നമുക്കവർ പറഞ്ഞു കേട്ട് വിശ്വസിച്ചാൽ പോരെ എന്ന് വിശ്വസിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ മേഖലകളിലേക്ക് അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമില്ലാതെ അല്ലെങ്കിൽ പഠിക്കാൻ മെനക്കെടാതെ ശ്രമിക്കുന്ന പല ആളുകളുമുണ്ട്. നമുക്കതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല എന്ന് തീരുമാനിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഞാൻ അവരോട് ഒരേ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾ എത്ര വാതിൽ മുട്ടാറുണ്ട്? അതല്ലെങ്കിൽ ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യസാധനത്തിന് സാധൂകരണത്തിന് വേണ്ടിയിട്ട് എത്ര വാതിലുകൾ നിങ്ങൾ മുട്ടാറുണ്ട്? നശ്വരമായിരിക്കുന്ന ഈ ദുന്യാവിലെ ജീവിതത്തിൽ ഒരു വീടുണ്ടാക്കാൻ വേണ്ടി നമ്മൾ എത്ര ഓഫീസുകൾ കയറിയിറങ്ങാറുണ്ട്? അപ്പോൾ നാളെ വിജയത്തിലേക്ക് എത്തിപ്പെടാനുള്ള അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അടുക്കൽ വിജയം കരസ്ഥമാക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു അമല് ഇവിടെ ചെയ്യണമെങ്കിൽ, അതിനെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒന്നല്ല 1000 വാതിലുകൾ മുട്ടേണ്ടി വന്നാലും അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക, നശ്വരമായ ജീവിതത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്, ഒരേ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഓഫീസുകൾ കയറിയിറങ്ങുന്ന നമ്മൾ വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം ദീൻ പഠിക്കാൻ എത്ര കിതാബുകൾ നോക്കിയിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. നമ്മൾ ഭാഷ പഠിക്കാറുണ്ട്. എന്തിനാ ഭാഷ പഠിക്കുന്നത്? ജോലിക്ക് വേണ്ടി അല്ലേ? നശ്വരമായ ജീവിതത്തിലെ പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയുള്ള ജോലിക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഭാഷ പഠിക്കാറുണ്ട്, ഗ്രാമർ പഠിക്കാറുണ്ട്, സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഷ പഠിക്കാറുണ്ട്, എഴുതാൻ വേണ്ടിയിട്ടുള്ള ഭാഷ പഠിക്കാറുണ്ട്. എന്നാൽ വിശുദ്ധമാക്കപ്പെട്ട ദീൻ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഭാഷ നമ്മൾ എത്ര പേർ പഠിച്ചിട്ടുണ്ട്? ഞാനും നിങ്ങളും അടക്കം. ഇല്ല എന്നുള്ളതല്ലേ സത്യം? എന്നാൽ പോട്ടെ, ഭാഷയില്ലെങ്കിൽ പരിഭാഷയെങ്കിലും നമ്മൾ നോക്കിയിട്ടുണ്ടോ?
പരിഭാഷയെങ്കിലും വിശുദ്ധ ഖുർആന്റെ പരിഭാഷ ഇന്ന് കേരളത്തിൽ ലഭ്യമാണ്. പക്ഷേ നമ്മൾ എത്ര പേര് ആ പരിഭാഷ വായിച്ചിട്ടുണ്ട്? അതുപോലെ ഓരോ കിതാബുകളുടെ പരിഭാഷകൾ ലഭ്യമാണ്. നമ്മൾ എത്ര പേർ വായിച്ചിട്ടുണ്ട്? നമ്മൾ എത്ര പേർ അതൊന്ന് നോക്കാൻ ശ്രമിച്ചിട്ടുണ്ട്? ഇല്ല എന്നുള്ളതല്ല സത്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിന് വേണ്ടിയിട്ട്, ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വാതിലുകൾ കയറിയിറങ്ങുന്ന നമ്മൾ ഇതിനു വേണ്ടി സമയം കണ്ടെത്തണം. ഹദീസ് ക്ലാസ്സുകളിലൊക്കെ നിങ്ങളൊക്കെ സജീവമായി പങ്കെടുക്കുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മിൽ നിന്നൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീണ്ടും പ്രാർത്ഥന നടത്തിക്കൊണ്ട് നമ്മുടെ ഹദീസ് ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചത് ഭോജന മര്യാദകളെക്കുറിച്ചായിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന മര്യാദകളെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞത്. ഇന്ന് നമുക്ക് പറയാനുള്ളത് പാനം ചെയ്യുമ്പോൾ പാലിക്കേണ്ടതിനെ കുറിച്ചാണ്. വെള്ളം കുടിക്കുമ്പോൾ പാനം ചെയ്യുമ്പോൾ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച് നമുക്കിന്ന് പ്രതിപാദിക്കാം. അധ്യായം 111 പാനം ചെയ്യുമ്പോൾ പാലിക്കേണ്ടത്. 757 ഹദീസ് റിയാദുസ് സ്വാലിഹീൻ. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, വല്ലതും കുടിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പാത്രത്തിന്റെ പുറത്തേക്ക് 3 പ്രാവശ്യം ശ്വാസം വിടാറുണ്ട്. ബുഖാരി 1081, മുസ്ലിം 2028 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒട്ടകം മോന്തുന്നത് പോലെ ഒറ്റ വലിക്ക് നിങ്ങൾ കുടിക്കരുത്. 2-3 മുറുക്കുകളായി കുടിക്കണം. കുടിക്കുമ്പോൾ ബിസ്മി ചൊല്ലുകയും കുടിച്ചു കഴിഞ്ഞ് പാത്രം മാറ്റുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയുകയും വേണം. തുർമദി 1886 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു നിവേദനം, പാനപാത്രത്തിൽ ശ്വാസം വിടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായി വിലക്കിയിട്ടുണ്ട്. ബുഖാരി 1221, 222, 1080, മുസ്ലിം 267, 65 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വെള്ളം ചേർത്ത പാൽ കൊണ്ടുവന്നു. അവിടുത്തെ ഇടതുഭാഗത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹും വലതുഭാഗത്ത് ഒരു അഅറാബിയുമുണ്ട്. അവിടുന്ന് കുടിച്ച ശേഷം മിച്ചമുള്ളത് അഅറാബിക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, വലതുവശത്തുള്ളവരെ ആദ്യം പരിഗണിക്കേണ്ടതാണ്. ബുഖാരി 5:148, 1066, മുസ്ലിം 2069 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക. സ്വന്തം അടുത്ത് കൂട്ടുകാരനായിരിക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ട്. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇരിക്കുന്നത് ഇടതുഭാഗത്താണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ വലതുഭാഗത്തുള്ള അഅറാബിക്കാണ് ആദ്യമായി കൊടുത്തത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനിന്റെ കാര്യത്തിൽ എത്രത്തോളം കൃത്യനിഷ്ഠത പാലിക്കണമെന്ന് നമുക്ക് ഈ ഒരു ഹദീസിലൂടെ വ്യക്തമാകുന്നു. നമ്മുടെ സ്വന്തം സുഹൃത്ത്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവൻ, അല്ലെങ്കിൽ നമ്മേക്കാൾ ഉയർന്ന ആളുകൾ ഇടതുഭാഗത്തിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ മുന്തിക്കാതെ ഒരു വലതുഭാഗത്തിരിക്കുന്നത് ആരാണോ അദ്ദേഹത്തെ മുന്തിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആരാണ്? ഈ ലോകത്തുള്ള എല്ലാവരുടെ ഈമാനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തീങ്ങളുടെ എല്ലാവരുടെ ഈമാൻ ഒരു തട്ടിലും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ ഒരു തട്ടിലും വെച്ചാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ കലം തൂങ്ങുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹുയാണ് നമ്മുടെ മുത്തുറസൂലിന്റെ തൊട്ടയിടത് ഭാഗത്തിരിക്കുന്നത്. പക്ഷേ ആ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ആ പാൽ കൊടുക്കാതെ നേരെ വലതു ഭാഗത്തിരിക്കുന്ന അറാബിക്ക് കൊടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഒരു വിജ്ഞാനം പഠിപ്പിച്ചു തരികയാണ്. എന്താണ് പഠിപ്പിച്ചത്? വലതു ഭാഗത്ത് മുന്തിക്കണമെന്ന്. ഇത് ഇടതു ഭാഗത്ത് ആരിരിക്കട്ടെ, അത് പ്രശ്നമല്ല. വലതു ഭാഗത്ത് ആരാണോ ഇരിക്കുന്നത് അതാണ് മുന്തിക്കേണ്ടതെന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക. സഹൽ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കുറച്ച് പാനീയം ലഭിച്ചു. അവിടുന്ന് അതിൽ നിന്ന് കുടിച്ചു. അവിടുത്തെ വലതുവശത്ത് ഒരു ബാലനും ഇടതുവശത്ത് കുറച്ച് വൃദ്ധന്മാരുമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടിയോട് ചോദിച്ചു, മോനെ, ആദ്യം ഇവർക്ക് കൊടുക്കാൻ എന്നെ നീ അനുവദിക്കുമോ? കുട്ടി പറഞ്ഞു, അല്ലാഹു ആണ്, അങ്ങിൽ നിന്ന് എനിക്ക് ലഭിക്കേണ്ടുന്ന വിഹിതത്തിന് ഞാൻ ആരെയും തിരഞ്ഞെടുക്കുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടൻ ആ പാത്രം ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്തു. ബുഖാരി 1076, മുസ്ലിം 2030 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അധ്യായം 112 തോൽപാത്രത്തിൽ നിന്ന് കുടിക്കുന്നതിനെ കുറിച്ച് പറയുന്ന ബാബ. അബൂ സഈദ് റളിയല്ലാഹു അൻഹു നിവേദനം,
തുകൽ കുടങ്ങളുടെ വായ്ഭാഗം തുറന്ന് അതിലൂടെ കുടിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയിട്ടുണ്ട്. ബുഖാരി 1078 മുസ്ലിം 2023 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, തുകൽ കുടത്തിന്റെ വായ്ഭാഗത്തിലൂടെ വലിച്ചു പാനം ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയിട്ടുണ്ട്. ബുഖാരി 1078-79. ഖബ്സ റളിയല്ലാഹു അൻഹു നിവേദനം, ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ അടുത്തേക്ക് വന്നു. കെട്ടിത്തൂക്കിയിരുന്ന ഒരു തുകൽ കുടത്തിന്റെ വായിലൂടെ നിന്നുകൊണ്ട് അവിടുന്ന് വെള്ളം കുടിച്ചു. അപ്പോൾ ഞാൻ അതിന്റെ വായുഭാഗം മുറിച്ചെടുത്ത് ബർക്കത്തായി സൂക്ഷിച്ചു. കെട്ടിത്തൂക്കിയിരുന്ന ഒരു തുകൽ കുടത്തിന്റെ വായിലൂടെ നിന്നുകൊണ്ട് അവിടുന്ന് വെള്ളം കുടിച്ചു. അപ്പോൾ ഞാൻ അതിന്റെ വായുഭാഗം മുറിച്ചെടുത്ത് ബർക്കത്തിനായി സൂക്ഷിച്ചു. തിർമിദി 1893 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അധ്യായം 113 പാനീയത്തിൽ ഊതരുത്. അബൂ സഈദ് റളിയല്ലാഹു അൻഹു നിവേദനം, പാനീയത്തിൽ ഊതുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. അപ്പോൾ ഒരാൾ ചോദിച്ചു, പാത്രത്തിൽ കരട് കണ്ടാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ കരട് ഒഴിച്ചു കളയുക. അപ്പോൾ അയാൾ, എനിക്ക് ഒറ്റ വലിക്ക് ശ്വാസമിടാതെ കുടിച്ചാൽ ദാഹം ശമിക്കില്ല എന്ന് പറഞ്ഞു. നിന്റെ വായിൽ നിന്ന് പാത്രം എടുത്തു പിടിച്ച് നീ ശ്വസിക്കുക എന്നായിരുന്നു ഇതിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണം. തിർമിദി 1888 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം, പാത്രത്തിൽ ശ്വാസം വിടുന്നതും ഊതുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയിട്ടുണ്ട്. തിർമിദി 1889 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ഹദീസ് കേൾക്കുമ്പോൾ ഒരു പക്ഷേ ചില ആളുകൾക്ക് ഒരു സംശയം തോന്നിയേക്കാം. ചില ആളുകളൊക്കെ മന്ത്രിക്കുമ്പോൾ പാത്രത്തിലേക്ക് മന്ത്രിക്കാറുണ്ടെന്ന് പറയാറുണ്ട്, ഊതാറുണ്ട്. സത്യത്തിൽ മന്ത്രിക്കുമ്പോൾ ഊതാറല്ല പതിവ്, ഇഷ്വി ഇഷ്വി എന്ന് പറയാറാണ് പതിവ്. ഇഷ്വി ഇഷ്വി എന്ന ആ പാത്രം എടുത്തു പിടിച്ച് പറയുകയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് അതിലേക്ക് ആരും തന്നെ ഈ അറിയുന്ന ആളുകൾ മന്ത്രിക്കുമ്പോഴൊന്നും ഊതാറില്ല. അവർ ഇഷ്വി 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 എന്ന് പറയുന്നത്, ഷിഫാക്ക്, നീ ഷിഫ കൊടുക്ക്, ഇതിൻ്റെ ബർക്കത്താൽ നീ ഷിഫ കൊടുക്ക് എന്നാണ് പറയാറ്. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കണ്ട എന്നുള്ളത് കൂടി അറിയിക്കുകയാണ്. നിന്നുകൊണ്ട് കുടിക്കുന്നത്. അധ്യായം 114 ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംസം വെള്ളം കുടിക്കാൻ കൊടുത്തു. അവിടുന്ന് നിന്നുകൊണ്ടത് കുടിച്ചു. ബുഖാരി 1074-75 മുസ്ലിം 2027 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. നസാർ റളിയല്ലാഹു അൻഹു നിവേദനം, അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പള്ളിയുടെ ചെരുവിന്റെ വാതിൽക്കൽ നിന്ന് കുടിച്ചു. ഇപ്രകാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ബുഖാരി 1071 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്ന് തിന്നുകയും നിന്ന് കുടിക്കുകയും ചെയ്തിട്ടുണ്ട്. തിർമിദി 1881 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അംർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്നും ഇരുന്നും കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തിർമിദി 1884 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്ന് കുടിക്കുന്നത് വിലക്കിയിട്ടുണ്ട് എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ഖതാദ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അപ്പോൾ നിന്ന് തിന്നുന്നതോ? അത് വളരെ മോശമായ കാര്യമാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. മുസ്ലിം 2024 113 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റൊരു നിവേദനം, നിന്ന് കുടിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയിരിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ നിന്ന് കുടിക്കരുത്. മറന്നുകൊണ്ട് അങ്ങനെ ആരെങ്കിലും കുടിച്ചാൽ അത് ഛർദ്ദിച്ചു കളയട്ടെ. മുസ്ലിം 20-26 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അധ്യായം 115 അവസാനം കുടിക്കുക. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു നിവേദനം, ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുക്കുന്നവർ അവസാനമാണ് കുടിക്കേണ്ടത്. തിർമിദി 1895 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അധ്യായം 116 ശുദ്ധിയുള്ള പാത്രത്തിൽ കുടിക്കണം. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, നിസ്കാരത്തിന് സമയമായപ്പോൾ അടുത്ത വീടുള്ളവരൊക്കെ അവിടെ പോയി ഉളൂ ചെയ്തു വന്നു. കുറച്ചാളുകൾ അവശേഷിച്ചു. ഉളൂ ചെയ്തില്ല. അപ്പോൾ തിരുസന്നിധിയിലേക്ക് കല്ലുകൊണ്ടുള്ള ഒരു ചട്ടി കൊണ്ടുവന്നു. വിടർത്തിയ കൈപ്പത്തിയിടാൻ കഴിയാത്ത വിധം ചെറുതായിരുന്നു ആ പാത്രം. ശേഷിച്ച ജനങ്ങളെല്ലാവരും അതിൽ നിന്ന് ഉളൂ ചെയ്തു.
നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ 80-ൽ പരം എന്നായിരുന്നു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി. ബുഖാരി 1 261 262, മുസ്ലിം 2279 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റൊരു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാത്രം വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ കുറച്ച് വെള്ളമുള്ള ആഴം കുറഞ്ഞ പരന്ന ഒരു ചട്ടി കൊണ്ടുവന്നു. അവിടുന്ന് തന്റെ വിരലുകൾ അതിൽ വെച്ചു. വിരലുകൾക്കിടയിൽ നിന്ന് ഉറവ പൊട്ടുന്നത് പോലെ വെള്ളം വരുന്നത് ഞാൻ കണ്ടു. 70-80 പേർ അതുകൊണ്ട് വുളൂ ചെയ്തെന്നും ഞാൻ കണക്കാക്കി. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നിവേദനം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുത്ത് വന്നു. ഞങ്ങൾ ഒരു പിച്ചള പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് വെച്ചു കൊടുത്തു. അവിടുന്ന് അതുകൊണ്ട് വുളൂ ചെയ്തു. ബുഖാരി 1 261 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അടുത്ത കൂട്ടുകാരനും ഒന്നിച്ചു ഒരു അൻസാരിയുടെ വീട്ടിൽ ചെന്നു. അവിടുന്ന് പറഞ്ഞു, ഇവിടെ തുകൽ കുടത്തിൽ വെച്ച ശീതള ജലമുണ്ടെങ്കിൽ എടുത്തു തരിക, അല്ലെങ്കിൽ ഞങ്ങൾ അതിൽ നിന്ന് വലിച്ചു കുടിച്ചു കൊള്ളാം. ബുഖാരി 10-77 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഹുദൈഫ റളിയല്ലാഹു അൻഹു നിവേദനം, സ്വർണ്ണ വെള്ളി പാത്രങ്ങളിൽ കുടിക്കലും കട്ടിയുള്ളതും കട്ടി കുറഞ്ഞതുമായ പട്ടി ധരിക്കലും വിലക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ ഇഹത്തിൽ അവർക്കുള്ളതും പരലോകത്ത് നിങ്ങൾക്കുള്ളതുമാണ്. ബുഖാരി 10-83, മുസ്ലിം 2067 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ആരാ അവര്? അവിശ്വാസികളായ ആളുകൾക്കുള്ളതാണ്. എന്തൊക്കെ? ഇഹത്തില് പട്ട്, സ്വർണം, വെള്ളി പാത്രങ്ങൾ. അതുകൊണ്ട് മുസ്ലിം സമൂഹമേ, നമ്മളത് ഉപേക്ഷിക്കണം, നമ്മളത് ഉപയോഗിക്കരുത്. നമുക്ക് പരലോകത്തുള്ളതാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു നിവേദനം, സ്വർണം വെള്ളി പാത്രങ്ങളിൽ കുടിക്കലും കട്ടിയുള്ളതും കട്ടി കുറഞ്ഞതുമായ പട്ടി ധരിക്കലും വിലക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ ഇഹത്തിൽ അവർക്കുള്ളതും പരലോകത്ത് നിങ്ങൾക്കുള്ളതുമാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വെള്ളിപ്പാത്രത്തിൽ പാനം ചെയ്യുന്നവർ ഗളഗള ശബ്ദത്തോടെ വലിച്ചിറക്കുന്നത് നരകാഗ്നിയാണ്. ബുഖാരി 10-83-84, മുസ്ലിം 2065 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു നിവേദനത്തിൽ സ്വർണ്ണ വെള്ളിപ്പാത്രങ്ങളിൽ തിന്നുന്നവനും കുടിക്കുന്നവനും നരകാഗ്നിയാണ് കഴിക്കുന്നതെന്നാണുള്ളത്. അടുത്തത് വസ്ത്രധാരണ മര്യാദകളെ കുറിച്ച് പറയുന്ന ബാബാണ്. അധ്യായം 117. അല്ലാഹു പറഞ്ഞു, മനുഷ്യരെ, നഗ്നത മറക്കുന്നതും അലങ്കാരത്തിനുള്ളതുമായ വസ്ത്രങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നാം ഇറക്കിയിരിക്കുന്നു. ഭക്തിയാക്കുന്ന വസ്ത്രമാണ് അത്യുത്തമം. അറാഫ് 26. ഉഷ്ണവും ശൈത്യവും കാക്കുന്ന വസ്ത്രം അവർ നിങ്ങൾക്കുണ്ടാക്കി തന്നു. ഉഷ്ണവും ശൈത്യവും കാക്കുന്ന വസ്ത്രം അവൻ അള്ളാഹു നിങ്ങൾക്കുണ്ടാക്കി തന്നു. അന്നഹ്ൽ സൂറത്തിലെ 81-ാമത്തെ ആയത്ത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുക, അതാണ് വസ്ത്രത്തിൽ ഉത്തമം. മരണപ്പെട്ടവരെ അതുകൊണ്ട് പൊതിയുകയും ചെയ്യുക. അബൂദാവൂദ് 3878 തിർമിദി 994 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സമുറാ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കണം. ഏറ്റവും നല്ലത് അഭികാമ്യവും അതാണ്. അതിലാണ് മരണപ്പെട്ടവരെ കഫൻ ചെയ്യേണ്ടത്. നസായി 8-205, ഹാക്കിം 4-185 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ബറാ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നീളം കുറവോ കൂടുതലോ ഇല്ലാത്ത ഒത്താളായിരുന്നു. ഒരിക്കൽ അവിടുന്ന് ഒരു ചുവന്ന വസ്ത്രം ധരിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. അത്രയും മനോഹരമായ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ബുഖാരി 10-258, മുസ്ലിം 2337 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. വഹബ് റളിയല്ലാഹു അൻഹു നിവേദനം, മക്കയിലെ അബ്താഹ് എന്ന സ്ഥലത്ത് തോൽ കൊണ്ട് നിർമ്മിച്ച ചമന്ന ഒരു കുബ്ബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കണ്ടു. ഉളൂഹിനുള്ള വെള്ളവുമായി ബിലാൽ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ അവിടുന്ന് പുറത്തിറങ്ങി. അപ്പോൾ ചമന്ന ഒരു ജോഡി വസ്ത്രമാണ് ധരിച്ചിരുന്നത്. അവിടുത്തെ കണങ്കാലിന്റെ വെളുപ്പ് ഞാനിപ്പോഴും കാണുന്ന പോലെ തോന്നുന്നു. അവിടുന്ന് ഉളൂഹ് ചെയ്ത് ആ വെള്ളത്തിൽ നിന്ന് അല്പം ലഭിച്ചവരും കൂടുതൽ ലഭിച്ചവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുത്തു. അദ്ദേഹം ഹയ്യ അലസ്സലാഹ് ഹയ്യ അലൽ ഫലാഹ് എന്ന് പറയുമ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും മുഖം തിരിച്ചതിനനുസരിച്ച് ഞാനും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നീട് നിസ്കരിക്കുന്നതിന്റെ മുൻഭാഗത്ത് ഒരു വടി നാട്ടുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വടിയുടെ പിന്നിൽ നിന്ന് നിസ്കരിച്ചു.
നാട്ടിവെച്ച വടിയുടെ മുന്നിലൂടെ നാഴയും കൈതയും നിർബാധം നടക്കുന്നുണ്ടായിരുന്നു. അവയെ ആരും തടഞ്ഞിരുന്നുമില്ല. ബുഖാരി 1408, 409, മുസ്ലിം 503 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ഒരൊറ്റ ഹദീസ് കൊണ്ട് സഹോദരങ്ങളെ എന്തെല്ലാം കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി. ബാങ്ക് വിളിക്കുമ്പോൾ ഹയ്യാല സ്വലാത്ത് ഹയ്യാലൽ ഫലാ എന്ന് പറയുമ്പോൾ വലത് ഭാഗത്തേക്കും ഇടത് ഭാഗത്തേക്കും മുഖം തിരിക്കണം. അതുപോലെ തന്നെ നിസ്കരിക്കുമ്പോൾ മുന്നിൽ ഒരു വടി നാട്ടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തൂണിന്റെ മറ പിടിച്ച് നമസ്കരിക്കുകയോ ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. അതുപോലെ തന്നെ മറ്റു കളർ ഡ്രസ്സുകൾ ധരിക്കാമെങ്കിലും വെള്ളയാണ് ഉത്തമമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റു കളർ ഡ്രസ്സുകളും ധരിക്കാവുന്നതാണ് എന്നും നമുക്ക് മനസ്സിലാക്കാം. എങ്കിലും അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടപ്പെട്ടത് വെള്ളയാണ്. അത് ഭക്തിയുള്ളത് തന്നെ ധരിക്കണമെന്നാണ്. വെള്ള വസ്ത്രം ധരിക്കുക എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇനി മറ്റൊരു കളർ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പവുമില്ല. എങ്കിലും വെള്ള വസ്ത്രം ധരിക്കുക എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന സ്വീകരിച്ചുകൊണ്ട് നമ്മൾ വെള്ള വസ്ത്രം ധരിക്കുമ്പോൾ ആ വെള്ള വസ്ത്രം ധരിക്കുന്നതിലൂടെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു സുന്നത്ത് നമ്മൾ ആദത്താക്കുകയായി. അപ്പോൾ തീർച്ചയായിട്ടും ആ വെള്ള വസ്ത്രം ധരിക്കുന്നതിലൂടെ മറ്റു വസ്ത്രങ്ങൾ ധരിക്കുന്നതിനേക്കാൾ കൂടുതൽ അല്ലാഹുവിൽ നിന്ന് പുണ്യം ലഭിക്കുക തന്നെ ചെയ്യും. കാരണം അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിച്ച ഒരു വസ്ത്രമാണ് നമ്മൾ ധരിക്കുന്നത്. അതും അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയാണോ ധരിച്ചിരുന്നത്. ഒരു കുപ്പായം ധരിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, മുൻകൈയുടെ മണിക്കണ്ഠം വരെയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുപ്പായത്തിന്റെ കൈയിന്റെ നീളമെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്ത ഒരു ഹദീസ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ഷർട്ട് ധരിക്കുമ്പോൾ ആ ഷർട്ടിന്റെ കൈ ഫുൾ കൈ ആകാൻ ശ്രമിക്കുക. അത് വെള്ളയാക്കാനും ശ്രമിക്കുക. വെള്ളയാക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ 2 സുന്നത്തുകൾ നമ്മൾ അവിടെ ആദത്താക്കുകയായി. നമ്മളറിയാതെ നമ്മൾ വസ്ത്രം ധരിക്കുമ്പോഴും അല്ലാഹുവിന്റെ മലക്കുകൾ നമ്മുടെ വലത് ഭാഗത്തിരിക്കുന്ന മലക്ക് നമ്മുടെ ഏടുകളിൽ എഴുതപ്പെടുമ്പോൾ അതിലൊരു കൂലി എഴുതുകയായി. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക, സഹോദരങ്ങളെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കുക. നിവേദനം, ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കണ്ടപ്പോൾ അവിടുന്ന് ധരിച്ചിരുന്നത് 2 ഹരിത വസ്ത്രങ്ങളായിരുന്നു. അബൂദാവൂദ് 4065, തിർമിദി 2813. എന്താ ഹരിത വസ്ത്രം? പച്ച വസ്ത്രങ്ങളായിരുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം, മക്ക വിജയ ദിവസം കറുത്ത തലപ്പാവ് ധരിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറി വന്നത്. മുസ്ലിം 1358 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ സഈദ് റളിയല്ലാഹു അൻഹു നിവേദനം, 2 ചുമലുകൾക്കിടയിലേക്ക് താഴ്ത്തിയിട്ട വാലോട് കൂടിയ തലപ്പാവ് ധരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ ഇപ്പോഴും കാണുന്ന പോലെ തോന്നുന്നു. മറ്റൊരു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കറുത്ത തലപ്പാവ് ധരിച്ചുകൊണ്ട് ജനങ്ങളോട് പ്രസംഗിച്ചു. മുസ്ലിം 1359 453 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, യമനിലെ സഹൂൽ നെയ്തെടുത്ത വെളുത്തതും പരുത്തി കൊണ്ടുള്ളതുമായ വസ്ത്രങ്ങളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഫൻ ചെയ്തത്. കുപ്പായമോ തലപ്പാവോ അതിൽ പെടില്ല. ബുഖാരി 3112, മുസ്ലിം 941 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, ഒരു സുപ്രഭാതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് റഹിലിന്റെ ചിത്രമുള്ള കറുപ്പ് നിറമുള്ള രോമവസ്ത്രം ധരിച്ചായിരുന്നു. മുഹൈറ റളിയല്ലാഹു അൻഹ നിവേദനം, തബൂക്കിലേക്ക് യാത്രയിൽ ഒരു രാത്രി ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയായിരുന്നു. നിന്റെ അടുക്കൽ വെള്ളമുണ്ടോ എന്ന് അവിടുന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സവാരി മൃഗത്തിൽ നിന്നിറങ്ങി ഇരുട്ടിലേക്ക് നടന്നകന്നു. അവിടുന്ന് മലമൂത്ര വിസർജനം ചെയ്തു വന്നപ്പോൾ ഞാൻ തുകൽ പാത്രത്തിൽ നിന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം കഴുകി. ഒരു രോമകുപ്പായമായിരുന്നു തിരുമേനി അപ്പോൾ ധരിച്ചിരുന്നത്.
മുൻകൈ അതിൽ നിന്ന് പുറത്തെടുക്കാൻ പ്രയാസമായപ്പോൾ ഉൾഭാഗത്ത് കൂടിയാണ് വലിച്ചെടുത്തത്. മുൻകൈകൾ കഴുകിയ ശേഷം തല തടവി തിരുമേനിയുടെ കുഫ അഴിച്ചു മാറ്റാൻ ഞാൻ ഒരുങ്ങിയപ്പോൾ അവിടുന്ന് പറഞ്ഞു, അത് ഊരി മാറ്റേണ്ടതില്ല, ശുദ്ധിയാക്കിയ ശേഷമാണ് ഞാൻ അത് ധരിച്ചത്. അനന്തരം അവിടുന്ന് അതിന്മേൽ തടവി. മറ്റൊരു നിവേദനത്തില് സിറിയയിൽ നിർമ്മിച്ച ഇടുങ്ങിയ കൈകളുള്ള ഒരു ജുബ്ബയായിരുന്നു അവിടുന്ന് ധരിച്ചിരുന്നത് എന്നാണുള്ളത്. ബുഖാരി 10:228 മുസ്ലിം 274, 79, 77 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ വസ്ത്രധാരണ രീതി, ആ വസ്ത്രധാരണ രീതിയും അവിടുത്തെ വസ്ത്രധാരണ രീതിയും അവിടുത്തെ ചര്യകളും പിൻപറ്റാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ചിന്തിക്കുക. നമ്മൾ ഇന്ന് പഠിച്ച ഹദീസുകൾ വെള്ളം കുടിക്കുന്നതിനെ കുറിച്ച്, അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ചിരുന്ന ഡ്രസ്സുകളെ കുറിച്ചൊക്കെയാണ്, വസ്ത്രങ്ങളെ കുറിച്ചൊക്കെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ വസ്ത്രധാരണ രീതി ശീലമാക്കാൻ, അവിടുന്ന് പറഞ്ഞ വെള്ളക്കുപ്പായം, വെള്ള വസ്ത്രം ശീലമാക്കാൻ നാം ഓരോരുത്തരും ശ്രമിച്ചു കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും അതിന് തൗഫീഖ് നൽകട്ടെ. അവിടുന്ന് ധരിച്ച പോലെ വെള്ളവസ്ത്രങ്ങൾ ശീലമാക്കാൻ. അവിടുന്ന് മറ്റു വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവിടുന്ന് പറഞ്ഞത് വെള്ള ധരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതാണ് വസ്ത്രങ്ങളിൽ ഉത്തമമെന്ന് അവിടുന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവിടുന്ന് മറ്റു വസ്ത്രങ്ങളും ധരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവിടുന്ന് ഉത്തമമാണെന്ന് പറഞ്ഞത് ശീലമാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ അള്ളാഹുവിൻ്റെ മുത്തഹബീബായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യ പിൻപറ്റാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. ദീനീ പ്രബോധന പ്രവർത്തന രംഗങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക. അത് നമ്മുടെ ബാധ്യതയാണ്. ഞാൻ കഴിഞ്ഞകാല ദിവസങ്ങളിലെ ഹദീസ് ക്ലാസ്സുകളിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വിജ്ഞാനം കരസ്ഥമാക്കുകയും ആ വിജ്ഞാനം നമ്മിലേക്ക് പകർത്തുകയും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുകയും നമ്മൾ ആ വിജ്ഞാനം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ വിജയിച്ചവരിൽ ഉൾപ്പെടുകയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീൻ പഠിക്കാൻ കിട്ടുന്ന ഒരവസരവും നിങ്ങൾ പാഴാക്കി കളയരുത്. അത് ഉപയോഗിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാപിയായ എന്നെയും നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന വസിയത്തോട് കൂടി ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.